എനിക്ക് 1 മുതൽ m വരെ നമ്പർ ചെയ്ത m ബോൾസ് ഉണ്ട്. അതുപോലെ 1 മുതൽ m വരെ നമ്പർ ചെയ്ത m ഏൺസും ഉണ്ട്. ഞാൻ ഈ m ബോൾസ് m ഏൺസിൽ റാൻഡം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ ചില ഏൺസിൽ, ഇപ്പോൾ നമ്പർ 5 ഉള്ള ഏണിൽ നമ്പർ 5 ഉള്ള ബോൾ തന്നെ വരാം. ചിലപ്പോൾ അങ്ങനെ വരാതിരിക്കാം. വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയാണ് കൂടുതൽ. അതായത് വരുന്നതിനുള്ള ഈക്വൽ നമ്പർ ബോളിനും ഏണിനും കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് എൻ്റെ എക്സ് ഞാൻ എൻ്റെ സക്സസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നു. നമ്പർ ഓഫ് സക്സസ് എന്ന് ഡിഫൈൻ ചെയ്താൽ എൻ്റെ സക്സസ് putting a ball with a particular number in an urn with the same number ആയിരിക്കും. ഒരേ നമ്പറുള്ള ഏണും ബോക്സും ഒരുമിച്ച് വരുന്ന നമ്പറാണ് എൻ്റെ സക്സസ്. അങ്ങനെ ഞാൻ എക്സ് എടുത്താൽ എക്സ് ഒരു പൊസോൺ ലോ ഫോളോ ചെയ്യും. കാരണം ആ എക്സ് അല്ലെങ്കിൽ എൻ്റെ സക്സസ് വെരി സ്മോൾ പ്രോബബിലിറ്റിയോട് കൂടിയതാണ്. വളരെ ചെറിയ പ്രോബബിലിറ്റിയാണ് എനിക്ക് അങ്ങനെ ഒരുപോലെ കിട്ടാനുള്ളത്. സോ പൊസോൺ ലോ വിത്ത് പാരാമീറ്റർ 1. മീൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മീനും പാരാമീറ്ററും പൊസോണും സെയിം ആയതുകൊണ്ട് എക്സ് ഫോളോസ് പൊസോൺ ലോ വിത്ത് 1 ആണെന്ന് പറയാം. നമുക്ക് വേണ്ടത് നമ്പർ ഓഫ് ദ ബോൾ ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് ഏൺ ഇൻ n കേസസ്. അപ്പോൾ എക്സ് പൊസോൺ 1 ഫോളോ ചെയ്താൽ പ്രോബബിലിറ്റി ദാറ്റ് എക്സ് ഈക്വൽ ടു എക്സ് ഈസ് e റൈസ് ടു മൈനസ് 1 റൈസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ആയിരിക്കും. എനിക്ക് വേണ്ടത് m കേസുകളിലും ഇങ്ങനെ ഒരുപോലെ വരാൻ, ബോളിന്റെ നമ്പറും ഏണിന്റെ നമ്പറും സെയിം വരാനുള്ള പ്രോബബിലിറ്റി, ദാറ്റ് ഈസ് probability that x equal to m, which is equal to e power minus 1 raised to m by m factorial, which is equal to e power minus 1 by m factorial. Binomial distribution mean 15.2 ആണെന്ന് തന്നിട്ടുണ്ട്. That is np is equal to 15.2 and variance npq is equal to 2.6. നമുക്ക് പാരാമീറ്റേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് എൻ ബിയുടെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2ൽ കൊടുത്താൽ 2.6 by np which is equal to 2.6 by 15.2 which is equal to 0.17. p is equal to 1 minus q which is equal to 1 minus 0.17 which is equal to 0.83. np is equal to 15.2 ആണ്. അതിന് n is equal to 15.2 by p which is equal to 15.2 by 0.83 approximately equal to 18. So all the parameters of the binomial distribution are estimated. oranges are total ഉള്ളത്, of which 10 are rotten. So probability of a rotten orange is equal to 10 by 100 which is equal to 1 by 10. 5 oranges were selected at random with replacement from the basket. Find the probability that no orange is rotten. അതായത് ഇത് നമുക്ക് ബൈനോമിയൽ പ്രോബബിലിറ്റി ലോ യൂസ് ചെയ്തും ഹൈപ്പർജോമെട്രിക് യൂസ് ചെയ്തും ചെയ്യാം. പക്ഷേ സിലക്ഷൻ വാസ് വിത്ത് റീപ്ലേസ്മെന്റ് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഹൈപ്പർ ജോമെട്രിക് അല്ല, ബൈനോമിയൽ ലോയിലേക്ക് നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. ഹൈപ്പർ ജോമെട്രിക്കിൻ്റെത് സിലക്ഷൻ വിതൗട്ട് റീപ്ലേസ്മെന്റ് ആയിരിക്കണം. സോ ബൈനോമിയലിലെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് പി ആണ് നമുക്ക് 1/10 എന്ന് കിട്ടിയിരിക്കുന്നത്. സോ ക്യൂ ഇസ് ഈക്വൽ ടു 1 minus 1/10 which is equal to 9/10. 5 ഓറഞ്ചസ് ആണ് സെലക്ട് ചെയ്തത്. സോ n is equal to 5. ഇപ്പോൾ ബൈനോമിയൽ പ്രോബബിലിറ്റി ലോയിലെ എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. Now we have to find the probability that no orange is rotten. That is probability that x equal to 0, where x is the number of rotten oranges selected. X equal to 0 probability. Suppose x equal to x ന്റെ probability നമുക്ക് ആദ്യം എഴുതി നോക്കാം. 5cx 1/10 raised to x into 9/10 raised to 5 minus x, where x is equal to 0, 1, 2 up to 5. Probability x equal to 0 will be 5c0 into 1/10 raised to 0 into 9/10 raised to
5 minus 0, which is equal to 9 by 10 raised to 5. Now probability of exactly 1 is written, that is probability x equal to 1, which is equal to 5c1, 1 by 10 raised to 1, 9 by 10 raised to 4. We have to find the probability that no defective article will be found in a box of 200 articles if experience shows that 2% of the articles are defective. So let x be the number of defective articles. അങ്ങനെയാണെങ്കിൽ x follows a Poisson distribution with parameter lambda എന്ന് assume ചെയ്യുക. And it is given that experience shows that 2% of the articles are defective. അതായത് 2 by 100. 2% means 2 by 100. അതായത് 100 എണ്ണം എടുത്താൽ അതിൽ 2 എണ്ണം ഡിഫക്റ്റീവ് ആയിരിക്കുമെന്നുള്ളതാണ് എക്സ്പീരിയൻസ് കാണിക്കുന്നത്. നമുക്കിവിടെ അറിയേണ്ടത് 200ൽ എത്ര എണ്ണം ഡിഫക്റ്റീവ് ആണെന്നുള്ളതാണ്. അതായത് ലാംഡയുടെ വാല്യൂ 200 into 2 by 100 എന്ന് വരും, which is equal to 4. So x follows a Poisson distribution with parameter lambda is equal to 4. നമുക്ക് വേണ്ടത് probability that no defective articles will be found. That is probability that x equal to 0. x Poisson lambda ആണെങ്കിൽ probability of x e raised to minus lambda lambda raised to x by x factorial ആയിരിക്കും. x 0 1 2 3 up to infinity. So probability x equal to 0 will be e raised to minus lambda, here it is 4, lambda raised to 0 by 0 factorial, which is equal to e raised to minus 4. Two bacteria per 1 cubic centimeter എന്ന റേറ്റിലാണ് ബാക്ടീരിയ സാധാരണയായി കാണുന്നതെന്ന് പറയുന്നു. നമ്മൾ എടുക്കുന്നത് 2 ക്യൂബിക് സെന്റിമീറ്റർ വാട്ടർ ആണ്. അപ്പോൾ 1 ക്യൂബിക് സെന്റിമീറ്ററിൽ 2 ബാക്ടീരിയ ആണെങ്കിൽ 2 ക്യൂബിക് സെന്റിമീറ്ററിൽ 4 ബാക്ടീരിയ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. സോ എക്സ് നമ്പർ ഓഫ് ബാക്ടീരിയ ആണെങ്കിൽ ബാക്ടീരിയ ആയിട്ട് എടുത്താൽ എക്സ് ഫോളോസ് എ Poisson distribution with parameter lambda, where lambda is equal to 4, because x Poisson ആകാൻ കാരണം എക്സ് നമ്പർ ഓഫ് ബാക്ടീരിയ ആണ്. സാധാരണ വെള്ളത്തിൽ ബാക്ടീരിയ കാണുക എന്ന് പറയുന്നത് റെയർ ഇവന്റ് ആയതുകൊണ്ടാണ് അത് പൊസോണിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്തത്. കൂടാതെ 2 ക്യൂബിക് സെന്റിമീറ്റർ വാട്ടറിൽ കാണുന്ന എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് ബാക്ടീരിയ 4 ആണ്. സോ expected value of Poisson distribution, which is lambda, that is 4. So x follows a Poisson distribution with lambda is equal to 4. നമുക്ക് അതിന്റെ Poisson density അറിയാം. Probability that x equal to x is e power minus lambda, which is 4 factorial, sorry 4 raised to x by x factorial. X is equal to 0 1 2 3 etc. ഫസ്റ്റ് വേണ്ടത് the water contains no bacteria, which is probability that x equal to 0, which is equal to e power minus 4 raised to 0 by 0 factorial, which is equal to e power minus 4. At least 2 bacteria, that is probability that x greater than or equal to 2, which is equal to 1 minus probability that x less than 2, 1 minus probability that x equal to 0, 1. Equal to 1 minus probability that x equal to 0 minus probability x equal to 1. 1 minus probability that x equal to 0 is e power minus 4 minus probability that x equal to 1 is e power minus 4 by 1 is equal to 1 by 5 e power minus 4.
Here let x be the number of errors or number of typographical errors. 520 pages എടുത്താൽ 390 errors ഉണ്ടാവുമെന്നാണ് പറയുന്നത്. So probability of an error is 390 by 520. Then what is the probability that 4 randomly chosen pages are free of error? That is n is equal to 4. X a number of errors ആയതുകൊണ്ട് x follows a Poisson law with parameter lambda because finding an error is a rare event, so we can use Poisson law here. Here lambda is equal to binomial നിന്ന് Poissonലേക്കുള്ള approximationൽ lambda is equal to np എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. So lambda is equal to 4 into 390 by 520 which is equal to 3. So x follows a Poisson distribution with parameter lambda is equal to 3. നമുക്ക് വേണ്ടത് 4 randomly chosen pages are free of errors. That is probability that x equal to 0 ആണ് വേണ്ടത്. നമുക്ക് ആദ്യം x equal to x e raised to minus lambda lambda raised to x by x factorial where x equal to 0, 1, 2, etc. Now probability that x equal to 0 is e raised to minus lambda lambda raised to 0 by 0 factorial which is equal to e raised to minus lambda and here lambda is 3. So e power minus 3. Let x be the number of inappropriate trucks in a day. Number of inappropriate trucks in a day. So x follows a Poisson distribution with parameter lambda because ഒരു ദിവസം ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടൊരു ട്രക്ക് കിട്ടുക എന്നുള്ളത് ഒരു റെയർ ഇവന്റ് ആണ്. സോ വി ക്യാൻ യൂസ് Poisson law here. So x follows a Poisson distribution with parameter lambda. And average number of inappropriate trucks 2 ആണെന്ന് പറയുന്നുണ്ട്. So lambda is equal to 2. നമുക്ക് വേണ്ടത് no standby trucks are needed. Probability that no standby trucks are needed. അവിടെ 2 standby trucks available ആയിരിക്കും. Probability that no standby trucks are needed means probability that x equal to 0. Which is equal to അതായത് standby trucks ഒന്നും വേണ്ടി വരാതിരിക്കുക എന്ന് പറഞ്ഞാൽ ട്രക്കുകളൊന്നും തന്നെ കംപ്ലൈന്റ് ആവാതിരിക്കുക. That is number of inappropriate trucks is equal to 0. That is e power minus 2 raised to 0 by 0 factorial which is equal to e power minus 2. Second question, the standby trucks are not adequate. ഉണ്ടായിരുന്ന സ്റ്റാൻഡ് ബൈ ട്രക്സ് പോലും തികയാതെ വരുന്ന അവസ്ഥ അതിന്റെ പ്രോബബിലിറ്റി ദാറ്റ് ഇസ് സ്റ്റാൻഡ് ബൈ ട്രക്സ് തികയാതെ വരിക എന്ന് പറഞ്ഞാൽ കേടാകുന്ന ട്രക്കുകളുടെ എണ്ണം സ്റ്റാൻഡ് ബൈ ട്രക്സിനേക്കാൾ കൂടി വരിക. ദാറ്റ് ഇസ് എക്സ് ഗ്രേറ്റർ ദാൻ 2 which is equal to 1 minus probability that x less than or equal to 2 which is equal to 1 minus probability x equal to 0, 1, 2 which is equal to 1 minus probability x equal to 0 is e power minus 2 minus e power minus 2 2 raised to 1 by 1 factorial minus e power minus 2 2 square by 2 factorial which is equal to 1 minus e raised to minus 2 minus 2 e raised to minus 2 minus 2 e raised to minus 2 which is equal to 1 minus 5 e raised to minus 2. Let x follows Poisson lambda 1 and y follows Poisson lambda 2. x ഉം y ഉം Poisson ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. Poisson with 2 different parameters ആയിരിക്കും. So probability that x equal to x will be e raised to minus lambda 1 raised to x by x factorial and probability that y equal to y will be
e power minus lambda 2 power y by y factorial. Probability that x equal to 1 equal to probability x equal to 2. That means e power minus lambda 1 raised to 1 by 1 factorial is equal to e power minus lambda 1 power 2 by 2 factorial. E power minus lambda പോയാൽ lambda 1 is 2 lambda 1 minus lambda 1 square is equal to 0. Lambda 1 into 2 minus lambda 1 is equal to 0. Lambda 1 is equal to 0 or 2. Lambda 1 is equal to 0 എന്നുള്ള വാല്യൂ നമുക്ക് acceptable അല്ല, അതുകൊണ്ട് lambda 1 is equal to 2. Now, probability that y equal to 2 is equal to probability y equal to 3, which means e power minus lambda 2 square by 2 factorial is equal to e power minus lambda 2 cube by 3 factorial. That is 6 lambda 2 square minus 2 lambda 2 cube is equal to 0. 2 lambda 2 square 3 minus lambda 2 is equal to 0. That is lambda 2 is equal to 0 or 3. ഇവിടെയും lambda 2 3 എന്ന വാല്യൂ acceptable ആയിട്ടുള്ളൂ. And we want the variance of 3x minus 2y, which is equal to variance അകത്തേക്ക് കൊടുത്താൽ 9 into variance of x plus 4 into variance of y. അതായത് ഒരു കോൺസ്റ്റന്റ് പുറത്തു വരുമ്പോൾ അതിന്റെ സ്ക്വയർ ആയിട്ടാണ് വേരിയൻസിന്റെ പുറത്തു വരിക, തന്നെയല്ല മൈനസ് പ്ലസ് ആവുകയും ചെയ്യും. That is 9 into variance of x is its parameter itself, which was 2. Lambda 1 ആയിരുന്നു, അത് നമുക്ക് 2 എന്ന് കിട്ടി. Plus 4 into variance of y is also its parameter, which is equal to 3, which is equal to 18 plus 12, which is equal to 30. Let x be the number of accidents in a year to taxi drivers, and x follows a Poisson distribution with mean 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. That is with mean എന്ന് പറയുന്ന പാരാമീറ്റർ തന്നെയാണ് ആയതുകൊണ്ട് Poisson law with lambda is equal to 3. Out of 1000 drivers, find approximately the number of drivers with no accidents. അപ്പോൾ നമുക്ക് number of drivers കണ്ടുപിടിക്കുന്നതിന് മുമ്പ് probability that x equal to 0 or number of accidents is 0 ആകാനുള്ള probability കണ്ടുപിടിക്കാം. That is probability that x equal to 0, which is equal to e power minus 3 raised to 0 by 0 factorial, which is equal to e power minus 3. And number of drivers with no accident is 1000 ഡ്രൈവേഴ്സിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1000 into e raised to minus 3. Number 2, more than 3 accidents in a year. That is, ആദ്യം probability that or probability of more than 3 accidents in a year കണ്ടുപിടിക്കുക. അതിനെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ number of drivers with more than 3 accidents കിട്ടും. One minus e raised to minus 3 minus e raised to minus 3 raised to 1 by 1 factorial minus e raised to minus 3 square by 2 factorial minus e raised to minus 3 cube by 3 factorial. And required number is equal to 1000 into 1 minus e raised to minus 3 minus 3 e raised to minus 3 minus 9 by 2 e raised to minus 3
minus 9 e raised to minus